ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കെമിക്കൽ ഷാമ്പുവിന് പകരം നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാമ്പു പൗഡറാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി, അതേപോലെ തന്നെ പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാമ്പു പൗഡറാണ്. അതേപോലെ തന്നെ പാക്കൊക്കെ തയ്യാറാക്കാൻ മടിയുള്ളവരാണ് അല്ലെങ്കിൽ സമയമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഷാമ്പു പൗഡർ മാത്രം മതി നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷാമ്പു പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 3 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ അതും ഞാൻ 3 ടീസ്പൂണോളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എള്ളാണ്. അപ്പോൾ കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറുത്ത എള്ളും നമുക്ക് ഇതേപോലെ 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ ഞാൻ കരിഞ്ജീരകം 1.5 ടീസ്പൂണോളം എടുത്തിട്ടുള്ളത്. ശരിക്കും 3 ടീസ്പൂൺ തന്നെയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ ഞാൻ ഇതിൻ്റെ ഇരട്ടിയായിട്ട്, അതായത് 3 ടീസ്പൂണിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു 6 ടീസ്പൂണോളം ചെറുപയറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയാണ്. അപ്പോൾ ചെമ്പരത്തി ഞാനിത് ഇതേപോലത്തെ 5 ഇതൾ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഉണ്ട ചെമ്പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളറ് ചെമ്പരത്തി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഉണക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് ഞാൻ ഏകദേശം 2 ദിവസത്തോളം എടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ഉണക്കി കിട്ടിയത്. ആദ്യത്തെ ദിവസം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചെമ്പരത്തി നമുക്ക് മുഴുവനായിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും നമുക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ പൗഡർ തയ്യാറാക്കിയെടുക്കാം. 2 ദിവസം കഴിയുമ്പോഴത്തേന് നന്നായിട്ട് തന്നെ ചെമ്പരത്തിയൊക്കെ ഇതേ രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തി എത്രത്തോളം കിട്ടും അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പൊടിക്കാനെടുക്കുന്ന മിക്സിയുടെ ജാറായാലും ഇതേപോലത്തെ സ്പൂണോ പ്ലേറ്റ് എന്തായാലും അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ആ പൊടിച്ചെടുക്കാനായിട്ടുള്ള മിക്സി ആയാലും അതേപോലെ തന്നെ സ്പൂണൊക്കെ ആയാലും ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് ആക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്കിതൊന്ന് വെയിലത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്കതിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ഇതേപോലെ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ 6 ടേബിൾ സ്പൂണോളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് വേണം കടലപ്പൊടി എടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു പൊടിയുടെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഇതേപോലെ എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഒരു പാത്രത്തിലായാലും ഒട്ടും തലം വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഈ ഒരു ഷാമ്പൂ പൗഡർ നമുക്ക് 6 മാസം വരെ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. വെള്ളം ഒട്ടും ആവാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം കാലം ഉപയോഗിക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള 3 ടേബിൾ സ്പൂണോളം ഈ ഒരു ഷാമ്പൂ പൗഡറാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് ഇത് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഉലുവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് കുതിർന്നിട്ട് നമുക്ക് ശരിക്കും ഒരു ഷാമ്പൂവിൻ്റെ പരുവത്തിലേക്ക് വരും. അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ വെള്ളമായാലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് ഒരു കൊഴുത്ത ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം ആവുന്ന വരെ നമ്മളൊന്ന് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെക്കുമ്പോഴത്തേനും ഇതായി കിട്ടും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഉപയോഗിക്കരുത്, കാരണം ഇതിൽ ധാരാളമായിട്ട് പൊടികളും അതേപോലെ തന്നെ ചെറുതായിട്ട് നമ്മളിനി വീട്ടിൽ പൊടിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളൊക്കെ പൊടിയാത്തതായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കുമ്പോൾ താരനോ ചൊറിച്ചലോ അത് നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാവും.
അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തുണി ഉപയോഗിച്ച് അരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നാച്ചുറൽ ഷാമ്പൂ ഇവിടെ മുഴുവനായിട്ടും ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഷാമ്പൂവിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കുതിർക്കണ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഈ ഒരു ഷാമ്പൂ പൗഡർ ഉപയോഗിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ മുടിയിലുള്ള ജടയൊക്കെ നന്നായിട്ടൊന്ന് കളയാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാച്ചെണ്ണയാണ്. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലും മുടിയുടെ അറ്റത്തൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 20 മിനിറ്റ് നേരമെങ്കിലും വെക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഈ ഒരു ഷാമ്പൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നൊക്കെയാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഉപയോഗിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്യുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പോഴായാലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഷാമ്പൂ പൗഡർ 6 മാസം വരെ നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എടുക്കുമ്പോൾ നമ്മൾ നനവില്ലാത്ത സ്പൂണ് അതേപോലെ തന്നെ നമ്മൾ ആക്കി വെക്കുന്ന പാത്രമായാലും ഒട്ടും തന്നെ നനവില്ലാത്തതായിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കാലം ഇത് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലെങ്കിൽ സമയമില്ലാത്തവരാണ്, ഇനി മടിയുള്ളവരാണെങ്കിൽ പോലും ഈ ഒരു ഷാമ്പു പൗഡർ മാത്രം മതി കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് ഓരോ തരത്തിൽ എല്ലാ ഗുണങ്ങളും നൽകുന്നുണ്ട്. ഉലുവയായാലും കരിഞ്ചീരകമായാലും എള്ളായാലും ചെറുപയറായാലും ഇനി ഫ്ലാക്സ് സീഡ് ചെമ്പരത്തി ഒക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. നമ്മുടെ സ്കാൽപ്പും അതേപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ളതാണ് ചെറുപയറും അതുപോലെ തന്നെ കടലപ്പൊടിയും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മുടി വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ തേച്ച് കൊടുത്ത എണ്ണയിലൊക്കെ നന്നായിട്ട് പോയി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ കെമിക്കൽ ഷാമ്പൂവിന് പകരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡറാണിത്. സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക.